ആജരാമജീവനി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ശിവരാത്രി എന്ന ആ ദിവസത്തിൻ്റെ യഥാർത്ഥ കഥ, അത് എങ്ങനെയാണ് ആ ദിവസം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ത്രിമൂർത്തികളിൽ ഒരാളാണ് പരമശിവൻ. അദ്ദേഹം താമസിക്കുന്ന സ്ഥലമാണ് കൈലാസം. ഭഗവാൻ ശിവൻ എപ്പോഴും തപസ്സാണ് ചെയ്തുകൊണ്ടിരിക്കാറുള്ളത്. പർവ്വതത്തിൻ്റെ രാജാവായ ഹിമവാന്റെ, അതായത് നമ്മുടെ ഹിമാലയം, അദ്ദേഹത്തിൻ്റെ പർവ്വതവും കൊട്ടാരവും ഒക്കെ ഈ കൈലാസത്തിൻ്റെ തൊട്ടടുത്തായിരുന്നു. ഈ പർവ്വത രാജാവിൻ്റെ ഹിമവാന്റെ വിവാഹം സ്വർഗത്തിലെ അപ്സരസായ മേനകയുടെ ഒപ്പമാണ് നടന്നത്. അവരുടെ മകളാണ് പാർവതി ദേവി. ആ പാർവതി ദേവി എന്ന ആ പേര് ദേവിക്ക് എങ്ങനെ വന്നെന്നാൽ ദേവി പർവ്വതരാജാവിൻ്റെ മകളായതുകൊണ്ടാണ്. ദേവി എല്ലാ കാര്യങ്ങളിലും വളരെ ബുദ്ധിശാലിയായിരുന്നു. എന്നുവെച്ചാൽ വെരി ടാലൻറ്റഡ് ഗേളായിരുന്നു പാർവതി ദേവി. എന്നാൽ ചെറുപ്പകാലം തൊട്ടേയുള്ള ദേവിയുടെ ആഗ്രഹം എന്തെന്നാൽ തൻ്റെ വിവാഹം പരമശിവനുമായി നടക്കണമെന്നതായിരുന്നു. ഒരു ദിവസം നാരദമുനി ഹിമാലയത്തിലെ രാജ്യത്തിലേക്ക് വന്നു. അവിടെ വന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: മഹാത്മാവേ, പാർവതി എപ്പോഴും ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്, തൻ്റെ വിവാഹം പരമശിവനോടൊപ്പം നടക്കണമെന്ന്, വേറെ ആരെയും വിവാഹം കഴിക്കില്ലെന്ന്. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞതെന്നാൽ പാർവതി ദേവിയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് നാരദ മഹർഷിക്ക് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ ഈ ഹിമവാൻ, അതായത് പർവ്വതരാജാവ്, തൻ്റെ പാർവതി, അതായത് തൻ്റെ പുത്രിയായ പാർവതിയുടെ മനസ്സ് ഈ വിവാഹത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ ഒരുപാട് തവണ ശ്രമിച്ചു നോക്കി. എന്നാൽ പാർവതി ദേവി ആ കാര്യത്തിൽ വാശി പിടിച്ചു. ഞാൻ പരമശിവനെ തന്നെയാണ് വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പാർവതി ദേവി വാശി പിടിച്ചു. പാർവതി ദേവി അപേക്ഷിച്ചതുകൊണ്ട് ഹിമവാൻ പാർവതി ദേവിയെ പരമശിവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പരമശിവനോട് പറഞ്ഞു, ഇന്നു മുതൽ പാർവതി അങ്ങയെ സേവിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് പാർവതി ദേവി ശിവഭഗവാനെ തനിക്ക് പറ്റുന്നിടത്തോളം സേവ ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ പൂജകളും ചെയ്യാൻ തുടങ്ങി. ആ സമയം അവിടെ താരകാസുരൻ എന്നു പേരായ ഒരു അസുരൻ ജീവിച്ചിരുന്നു. ഈ താരകാസുരൻ എങ്ങനെയുള്ള വരം സ്വീകരിച്ചുവെന്നാൽ ഭഗവാൻ പരമശിവന് ജനിക്കുന്ന മക്കളിലൂടെ മാത്രമേ എനിക്ക് മരണമുണ്ടാകാൻ പാടുള്ളൂ എന്ന വരം ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് ശിവഭഗവാന് ഇപ്പോൾ കല്യാണം കഴിക്കേണ്ട അവസ്ഥ വരെ വന്നു. അപ്പോൾ ബ്രഹ്മാവ് ഇതെല്ലാം മനസ്സിലാക്കി, ഇത് ലോകത്തിന് തടസ്സമാണ് ഇദ്ദേഹം എന്നുള്ളത് മനസ്സിലാക്കി ബ്രഹ്മാവ് പ്രേമത്തിൻ്റെ അധിപതിയായ കാമദേവനോട് വരാനായി ആവശ്യപ്പെട്ടു. അദ്ദേഹത്തോട് പറഞ്ഞ് ശിവന് നേരെ പ്രേമത്തിൻ്റെ ഒരു അമ്പെയ്യാൻ പറഞ്ഞു. അതിലൂടെ അദ്ദേഹം പാർവതി ദേവിയെ പ്രേമിക്കണമെന്നും പറഞ്ഞു. അതിനുശേഷം കാമദേവൻ തൻ്റെ പത്നി രതിയെയും കൊണ്ട് കൈലാസത്തിലേക്ക് പോയി. അങ്ങനെ മന്മഥൻ, അതായത് കാമദേവൻ കൈലാസത്തിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ പരമശിവൻ ധ്യാനനഗ്നനായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ മന്മഥൻ ചിന്തിച്ചു, എങ്ങനെ ഇദ്ദേഹത്തിന് നേരെ അമ്പെയ്യുമെന്ന്. ബ്രഹ്മാവ് എനിക്ക് നൽകിയ ഈ ഒരു ജോലി എങ്ങനെ ഞാൻ പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം ചിന്തിച്ചു. അതിനുശേഷം പാർവതി ശിവനെ പൂജിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് നേരെ മന്മഥൻ അമ്പെയ്തു, പ്രേമ അമ്പ് എയ്തു. അപ്പോൾ ശ്രദ്ധ തെറ്റി ഭഗവാൻ കണ്ണുകൾ തുറന്നു. ഇത് അയച്ചത് ആരാണ് എന്നുള്ള സംശയം കൊണ്ട് ഭഗവാൻ ചുറ്റും നോക്കിയപ്പോൾ അവിടെ മന്മഥനെ കണ്ടു. അങ്ങനെ ഭഗവാന് ഒരുപാട് ദേഷ്യം വന്നു. അങ്ങനെ ഭഗവാന്റെ കോപം മൂലം ഭഗവാന്റെ തൃക്കണ്ണ് തുറന്ന് അതിൽ നിന്ന് അഗ്നി വന്ന് മന്മഥനെ ഭസ്മമാക്കി. അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കണ്ട് പാർവതി ദേവി ഭയപ്പെട്ടുപോയി. ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട പാർവതിക്ക് അപ്പോഴാണ് എല്ലാം മനസ്സിലായത്. ഭഗവാൻ ശിവനെ എല്ലാവർക്കും സേവിക്കുക മാത്രമാണ് പറ്റുകയുള്ളൂ. അതുകൊണ്ട് പാർവതി ദേവി അദ്ദേഹത്തെ സേവിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ദേവി തീരുമാനിച്ചു,
ഭഗവാനെ സന്തോഷിപ്പിക്കാനായി കഠിനമായ തപസ് മാത്രമേ വഴിയുള്ളൂ എന്ന്. അങ്ങനെയിരിക്കെ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ദേവിയുടെ മുൻപിലേക്ക് ഒരു തപസ്വി വന്ന് ഒരു ചോദ്യം ചോദിച്ചു. മകളെ, എന്തിനാണ് നീ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഠിനമായ തപസ് ചെയ്യുന്നത്? അപ്പോൾ പാർവതി ആ തപസ്സിന് പിന്നിലുള്ള കഥ തപസ്വിയോട് പറഞ്ഞു. അത് കേട്ട് ഈ മഹർഷി എന്തു പറഞ്ഞെന്നാൽ, ശിവൻ ഒരു ദുഷ്ടനാണെന്നും അങ്ങനെ ശിവന്റെ കുറ്റങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. ഈ ജടാധാരിയായിട്ടുള്ള ശിവനും നിറയെ ഭസ്മം പൂശി നടക്കുന്ന ശിവൻ, കഴുത്തിലൂടെ പാമ്പിനെ ചുറ്റിയ ശിവൻ, ഇദ്ദേഹത്തിന് വേണ്ടിയാണോ നീ ഇങ്ങനെ ഒരു തപസ്, ഇത്രയും ഘോരമായ തപസ് അനുഷ്ഠിക്കുന്നത് എന്ന് ചോദിച്ച് കളിയാക്കി. ഇത് കേട്ട പാർവതിക്ക് കോപം ഇരച്ചു കയറി. എന്നാൽ സംയമനം പാലിച്ചുകൊണ്ട് പാർവതി തൻ്റെ സഖിമാരോട് പറഞ്ഞു, ഇദ്ദേഹത്തോട് എൻ്റെ വഴിയിൽ നിന്നും തടസ്സം വയ്ക്കാതെ മാറിപ്പോകാൻ പറയൂ എന്ന്. ഇത് മാന്യമായ രീതിയിൽ പാർവതി അപേക്ഷിച്ചു. കാരണം എന്തെന്നാൽ, നമ്മൾ ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ കുറ്റകരമാണ് ആ പാപം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പാപിയാവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി ദേവി അദ്ദേഹത്തോട് മടങ്ങിപ്പോകുവാൻ സഖിമാരോട് ആവശ്യപ്പെട്ടു. ആ ഒരു സംസാരത്തിൽ ഈ മഹർഷിക്ക് പാർവതി ദേവിയോട് ഒരു ആദരവ് തോന്നി. ആ മഹർഷി സ്വയരൂപം സ്വീകരിച്ചു. ആ മഹർഷി ആരാണെന്ന് വെച്ചാൽ പരമശിവനായിരുന്നു. അങ്ങനെ പാർവതിയുടെ തപസ്സിൽ പരമശിവൻ സംതൃപ്തനായി അദ്ദേഹം സ്വന്തം രൂപം പാർവതിക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ സംതൃപ്തനായ മഹാദേവൻ പാർവതിയെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് അറിയിച്ചു. ഇത് കേട്ട മഹർഷിമാരെല്ലാവരും ഹിമവാന്റെ അടുത്ത് പോയി തൻ്റെ മകൾ പാർവതി ശിവനെ കല്യാണം കഴിക്കുന്നത് തടയാനായി ശ്രമിച്ചു. എന്നാൽ മറുവശത്ത് പാർവതി ദേവിയും മഹാദേവനും തമ്മിൽ വിവാഹവും കഴിച്ചു. അവരുടെ വിവാഹം യഥാർത്ഥത്തിൽ വളരെ അതിശയകരമായി തന്നെ നടന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ദേവന്മാരെല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് മന്മഥന് ജീവൻ നൽകൂ എന്ന് അപേക്ഷിച്ചു. കാരണം ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് മന്മഥൻ അമ്പെയ്തതെന്നും പറഞ്ഞു. അപ്പോൾ ശിവൻ പ്രേമത്തിൻ്റെ ദൈവമായ പ്രേമത്തിൻ്റെ ദൈവമായ മന്മഥനെ ജീവനോടെ കൊണ്ടുവന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ശിവഭഗവാനും പാർവതി ദേവിക്കും ഒരു മകനും ജനിച്ചു. അതാണ് മുരുകൻ, വേലായുധൻ എന്നൊക്കെ പറയുന്ന മുരുകൻ. 6 മുഖമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഷൺമുഖൻ എന്നും വിളിക്കുന്നു. അങ്ങനെ അദ്ദേഹമാണ് താരകാസുരനെ വധിക്കുകയും ചെയ്തത്. അതാണ് അസുരവധം. ഇതാണ് ശിവരാത്രിയുടെ ഒരു ഐതിഹ്യമായി പറയാനായി കഴിയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.